എത്ര വയസ്സിലാണ് ആദ്യം കടലിൽ പോകുന്നത്? ഞാനൊരു 17 വയസ്സ് തൊട്ട് പോകുന്നുണ്ട്. അപ്പനുമായിട്ടാണ് പോകുന്നത്. പിതാവൊക്കെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളിയായിരുന്നു. ഞാനിപ്പോഴും പോകുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളിയുടെ ബേസിലാണ് പോകുന്നത്. വള്ളക്കാരെന്ന് പറയുമ്പോൾ ഉപരിതല മത്സ്യബന്ധനം നടത്തുന്നത്. ബോട്ടെന്ന് പറയുമ്പോൾ ആഴക്കടലിൽ അടിത്തട്ടിക്കൂടെ ആണ് റോളിംഗ് നടത്തുന്നത്. ഇതാണ് വ്യത്യാസമുള്ളൂ. രണ്ടാള് വലയുടെ ഒരറ്റമായിട്ട് അടുത്ത് കടലിൽ ചാടും. അത് കഴിഞ്ഞ് വള്ളം ഇങ്ങനെ ഓടി ഒന്ന് കറങ്ങി ഏതാണ്ട് 1 കിലോമീറ്റർ മിച്ചം കറങ്ങി തിരിച്ച് ഇവരുടെ അടുത്ത് തന്നെ വരും. വല ഒരു വളയം ആയിട്ട് കടലിൽ രൂപപ്പെടും അല്ലേ? അങ്ങനെ 2 സൈഡിലും കൂടെ തൊഴിലാളിയിൽ നിന്ന് വല വലിച്ചിട്ട് ഈ നടുക്ക് കൊണ്ടുവന്നിട്ട് മീനെ പൊക്കിയെടുക്കുകയാണ്. നിങ്ങൾ മത്സ്യം പിടിക്കാൻ പോകുമ്പോൾ ഒരു വള്ളത്തിലാണോ പോകുന്നത്? അല്ല, ഞങ്ങൾ ഒരു വള്ളത്തിലല്ല. ആ വള്ളത്തിന്റെ കൂടെ 2 വള്ളം കൂടെ കാണും. ഇതിനെ സഹായിക്കാനുള്ള 2 വള്ളങ്ങൾ കാണും. 12 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ ആ വള്ളം പോയിക്കൊണ്ട് വല അടിച്ചുകൊണ്ട് പോയി. അപ്പം കടൽ ഭയങ്കര റഫായിരുന്നു, ഭയങ്കരമായിരുന്നു. അപ്പോഴത്തെ ഇങ്ങനെ നമ്മൾ അടിച്ചോണ്ട് പോകുമ്പോൾ ഇങ്ങനെ നമ്മൾ റോഡിൽ പോകുന്നതല്ലോ, ഇങ്ങനെ കിടന്ന് ഭയങ്കര ഒലച്ചിലായിരിക്കും. ഈ ഒലഞ്ഞ സമയത്ത് ഒരാൾ തെറിച്ച് വെള്ളത്തിൽ പോയി. അപ്പോഴത്തേക്ക് ഞാൻ വെള്ളത്തിൽ ചാടി ഇയാളെ നമ്മുടെ ചെറിയ വെള്ളത്തിലെടുത്തിട്ട് എനിക്ക് ലൈഫ് ഗാർഡിന് ഫസ്റ്റ് എയ്ഡ് അറിയാവുന്നതുകൊണ്ട് ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് കരയ്ക്ക് വന്ന് ആള് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരു മത്സ്യത്തൊഴിലാളിയായ ജോൺ, അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങൾ, അദ്ദേഹം വളർന്ന ചുറ്റുപാടുകൾ, മത്സ്യബന്ധനത്തിൻ്റെ നമ്മളറിയാത്ത കഥകൾ ഒക്കെ പറഞ്ഞു വരികയായിരുന്നു. ആ കഥകൾ നമുക്ക് തുടരാം. നിങ്ങൾ ഈ മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ചെറിയഴീക്കലുള്ള ഒരാൾക്ക് കേരളത്തിലെ ഏത് തീരത്തും പോയി മത്സ്യബന്ധനം നടത്താൻ പറ്റുമോ? അതിന് പ്രത്യേക നിയന്ത്രണങ്ങളുണ്ടോ? ഇല്ല, നമുക്ക് ഇപ്പോൾ കേരള തീരത്തൊക്കെ പോകാം. പക്ഷേ ചില ഏരിയയിലൊക്കെ ചെന്ന് മീൻ കൂടുതലായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവിടെയുള്ളവർക്ക് അത് ബുദ്ധിമുട്ട് വരും. ഇവിടെ നിന്നുള്ള വള്ളങ്ങൾ അവിടെ ചെല്ലുമ്പോഴേ ഒരുപാട് മീനാണ് തീരത്ത് ഈ ഹാർബർ വരും. ഹാർബർ വരുമ്പോഴത്തേക്ക് അവിടെ വില കുറയ്ക്കും എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ 10 വള്ളം മീൻ വന്ന് കഴിഞ്ഞാൽ വിലയും കുറയ്ക്കും. അതായത് ആ നാട്ടുകാരൻ അല്ലെങ്കിൽ അവനെ ഒതുക്കാൻ വേണ്ടിയിട്ട് വേണം വില കുറയ്ക്കും അല്ലേ? വില കുറച്ചുകളയും, ഒതുക്കിക്കളയും. അതിപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോഴും ചെയ്യും. ഒരു മത്സ്യത്തൊഴിലാളി, ഒരു പരമ്പരാഗത മത്സ്യത്തൊഴിലാളി ഇന്ന സ്ഥലത്തെ മത്സ്യബന്ധനം നടത്താവൂ എന്നൊരു നിയമമില്ല. ഇല്ല. എവിടെ വേണമെങ്കിലും പോയി മത്സ്യബന്ധനം നടത്താം അല്ലേ? കേരളം വിട്ടും പോയി മത്സ്യബന്ധനം നടത്താറില്ലേ? കേരളം വിട്ട് ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി അങ്ങനെ പോകാറില്ല. മീൻ പിടിക്കാൻ പോകുന്ന വള്ളക്കാര് മീൻ കൊണ്ട് തിരിച്ചു വരുന്ന മീൻ കൊടുക്കുന്നത് നേരത്തെ ധാരണ ഉണ്ടാക്കിയ ഒരു കച്ചവടക്കാരനുമായിട്ടായിരിക്കും അല്ലെ? ആ കച്ചവടക്കാരന് പല വള്ളങ്ങളുമായിട്ട് ഇത്തരത്തിൽ ധാരണ ഉണ്ടായിരിക്കും അല്ലെ? അയാൾ അത്യാവശ്യം കാശുള്ള ഇടപാട് നടത്താൻ കഴിവുള്ള ആളുമായിരിക്കും അല്ലെ? അയാൾ അഡ്വാൻസ് പൈസയൊക്കെ തരുമോ നിങ്ങൾക്ക്? അഡ്വാൻസ് പൈസ ഉണ്ട്, തരും. ഇപ്പോഴത്തെ ഞങ്ങളുടെ നാട്ടിലെ രീതി അനുസരിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് അയാൾ ഒരു 25 ലക്ഷം രൂപയൊക്കെ ഒരു വള്ളത്തിലേക്ക് അഡ്വാൻസ് തരും. എന്നിട്ട് ഇയാൾക്ക് 10% നമ്മൾ കൊടുക്കണം. 1 ലക്ഷം രൂപയ്ക്ക് 10,000 രൂപ ഇയാൾക്ക് ഉള്ള അവകാശം അയാളെയാണ്. ഈ മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ കപ്പലുകളുടെ പാതയും ഉണ്ടാവില്ലേ? അവിടെ ഉണ്ട്, കപ്പലുകളുണ്ട്. കപ്പലുകൾ പാസ് ചെയ്യുമ്പോൾ വള്ളത്തിൽ ഇടിച്ച് വല നെറ്റും കൊണ്ടുപോകുന്ന ബോട്ട് കപ്പൽ സംഭവമുണ്ട്. കപ്പല് ആ ടൈമും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിപ്പാർട്ട്മെന്റ് ആ സമയത്ത് കപ്പല് പിടിക്കും. എന്നിട്ട് നഷ്ടപരിഹാരമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ കപ്പലുകളുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടോ? ഞങ്ങൾക്കുണ്ട്. അത് 16 ചാനൽ വന്നാലേ അവർ എടുക്കത്തുള്ളൂ. 16 ചാനൽ നാഷണൽ ചാനലാണ്. 16 ചാനൽ ഇട്ടിട്ട് വിളിക്കുമ്പോഴത്തേക്ക് നമുക്ക് അവരുമായിട്ട് സംസാരിക്കാനുള്ള അറിയാമെങ്കിൽ അവർ എടുക്കും. വലയിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഈ വഴി വല ഇട്ടിട്ടുണ്ടെന്നൊക്കെ അവര് നമ്മൾ വിളിച്ചു പറയും. അത് അപ്പോൾ 16 ചാനലാണല്ലോ അവർ ഈ പൊതുവായിട്ട് കിടക്കുന്ന നാഷണൽ ചാനലാണ്. 16 ഇട്ടിട്ട് കിട്ടുമ്പോൾ വിളിക്കുമ്പോൾ നെറ്റ് കിടപ്പുണ്ടെന്ന് പറഞ്ഞാൽ മാറിപ്പോവും. അങ്ങനെ കപ്പലുകൾ ഇങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞാലും അത് മൈൻഡ് ചെയ്യാതെ കടന്നു വരുന്ന കപ്പലുകളും ഉണ്ടാവുമോ? കപ്പലുകളുണ്ട്. അപ്പോൾ അവര് ചിലപ്പോൾ അവരെ റഡാറിൽ നമ്മളെ കിട്ടണമെന്നില്ല. അപ്പോൾ ചില ചെറിയ കപ്പലുകളിലെന്ന് പറയുമ്പോഴത്തേക്ക് റഡാർ സംവിധാനങ്ങൾ കുറവാണ്. അപ്പോൾ അവർക്ക് അതിൽ തെളിഞ്ഞാലേ പറ്റത്തില്ല. പിന്നെ അടുത്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നെറ്റ് വല കടലിൽ ഇട്ട് കഴിക്കുന്നെങ്കിൽ അവർ മാറിപ്പോവും. ഇപ്പൊ നിങ്ങളൊരു 8 മണിക്കൂർ നേരത്തേക്ക് കടലിൽ പോവുകയാണെങ്കിൽ ആ സമയത്തിനൊക്കെ എത്ര കപ്പലുകൾ കടന്നു പോകുന്നുണ്ടാവും? പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പോകുമ്പോഴത്തേക്ക് 4-5 കപ്പൽ ഇങ്ങനെ പോകുന്ന കാണാം. ചെറിയ കപ്പലൊക്കെയാണ് നമ്മുടെ അടുത്തുള്ള വരുന്നത്. അവർ ഈ കൂടുതൽ കൊല്ലം തീരം നോക്കിയെന്ന് പറയുമ്പോൾ കപ്പൽ ഇച്ചിരി തങ്കശ്ശേരിച്ച് വളവുള്ളതുകൊണ്ട് ആഴമുള്ളതുകൊണ്ട് ഈ സൈഡിൽ അടുത്ത് വരും. ഇത്തരത്തില് പൊതുവെ ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികൾ, പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തിലെ സ്ത്രീകൾ പൊതുവെ എന്ത് തൊഴിലാണ് ചെയ്യുന്നത്? സാധാരണ സ്ത്രീകൾ മിക്കവാറും തൊഴിൽ കാണത്തില്ല ആണ്. പിന്നെ ഇപ്പോഴൊക്കെ ഇപ്പം വിദ്യാഭ്യാസത്തിലോട്ടൊക്കെ ജോലിയുള്ളവരുണ്ട്. പിന്നെ അങ്ങനെ ഉള്ളു. അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ ജോലിയൊക്കെ ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ മീൻ കൊണ്ടുവന്ന് ആണ് കറി വെച്ച് ഞങ്ങൾ ചോറ് കഴിക്കത്തുള്ളൂ. ഞങ്ങൾ മിക്കവാറും ഈ ഫ്രിഡ്ജ് വെച്ചൊന്നും കൂട്ടത്തില്ലല്ലോ. അപ്പം ഫ്രഷ് മീനാണ്. അപ്പം നമ്മൾ മീൻ കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ അത് കറി വെച്ചിട്ടൊക്കെ വന്നിട്ടാണ് ആഹാരം കഴിക്കുന്നത്. നിങ്ങൾ ഈ വള്ളത്തെ ഭക്ഷണം വള്ളത്തിൽ ഭക്ഷണമുണ്ട്. ഭക്ഷണം ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് 20 കിലോ
അരിയൊക്കെയാണ് ഇത്ര ആളുകൾക്ക് വെക്കുന്നത്. അല്ല, നിങ്ങൾ ഇവിടുന്ന് അരിയായിട്ടാണ് പോകുന്നത്, അല്ലാതെ ചോറുമായിട്ടല്ല പോകുന്നത്? അല്ലല്ല, ചോറായിട്ട് പോകുന്നത്. നമുക്ക് പാചകം ചെയ്യാനുള്ള സംവിധാനമുണ്ട്, ഇപ്പം എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അത് പോകുമ്പോൾ തന്നെ അരിയിടും, അത് തിളയ്ക്കുമ്പോൾ കഞ്ഞി കുടിക്കും. അത് കഴിയുമ്പോഴത്തേക്ക് ചോറ് വരുമ്പോഴത്തേക്ക് ചിലപ്പം ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി ചോറ് തിന്നും. മീനും അത് വെച്ച് തന്നെ കറി വെക്കും? അത് വെച്ച് തന്നെ കഴിക്കുമ്പോൾ നല്ല പാചകക്കാരും ഉണ്ട്. പാചകക്കാരുണ്ട്, പാചകം ചെയ്യുന്ന പ്രത്യേക ആളുണ്ട്. പിന്നെ ഈ പാചകം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കൂട്ടത്തിൽ ഇച്ചിരി കറിയൊക്കെ വെക്കാൻ പറ്റുന്ന വെച്ച് നല്ല നല്ല കറി വെക്കുന്ന ആൾക്കാരാണ് ഇത് ചെയ്യുന്നത്. ഈ മത്സ്യബന്ധനം ഇല്ലാത്ത സീസൺ ഉണ്ടാവാറുണ്ടോ മത്സ്യത്തൊഴിലാളികൾക്ക്? ഉണ്ട്. അതേത് സമയം? അത് വൃശ്ചികമാസമാണ്. വൃശ്ചികമാസത്തിൽ വെള്ളം തെളിയുമ്പോൾ മീൻ കാണുക. ഇപ്പൊ ഈ പ്രാവശ്യം എന്ന് പറയുമ്പോൾ ചെറിയ മത്തി ഉള്ളത് കൊണ്ട്. ഈ വൃശ്ചികമാസത്തിൽ എന്താ കുഴപ്പം? വെള്ളം തെളിയുമ്പോഴത്തെ മീൻ മറ്റ് ദേശത്തോട്ട് മാറിപ്പോവുക. അതാണ്. അപ്പോൾ മീൻ തീരെ ഉണ്ടാവില്ല, മീൻ കുറഞ്ഞ മീനെ കാണത്തുള്ളൂ. അന്നേരം ഈ ചൂട, പിന്നെ ഈ കരിച്ചാള മത്തി എന്ന് പറഞ്ഞ മത്തി അങ്ങനെയൊക്കെ ഉള്ളു. പക്ഷേ ഈ സമയം ഈ വർഷങ്ങളിൽ ചെറിയ മത്തി എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മീൻ ഇല്ലാത്ത സീസണിൽ വലിയ പ്രതിസന്ധി ആവില്ലേ? പിന്നെ മീനില്ലെങ്കിൽ ഇതേപോലെ സ്വർണ്ണമൊക്കെ ഉള്ളത് പണയം വെച്ച് പിന്നെ വായ്പയൊക്കെ മേടിച്ച് തന്നെ പോകുന്നത്. എന്നിട്ട് ഈ സീസൺ സമയം ആകുമ്പോഴത്തേക്ക് നമ്മളിത് ഈ കച്ചവടക്കാർ കുറച്ച് വായ്പയൊക്കെ തരുമോ? കച്ചവടക്കാർ വായ്പ തരുന്നവരൊക്കെ ഉണ്ട്. പിന്നെ ഈ നമ്മുടെ മീൻ കച്ചവടം ചെയ്യുന്ന ആള് വള്ളങ്ങൾക്ക് പോകാൻ വേണ്ടി ഡീസലിന് കാശൊക്കെ അന്നേരം സമയത്ത് തരും. എന്നിട്ട് ഇത് കിട്ടുമ്പോഴത്തേക്ക് ഇത് മൊത്തത്തിലെടുത്ത് അവർക്ക് കൊടുക്കുന്നുണ്ട്. ഈ മീൻ പിടിക്കാൻ പോകുന്നതിന് പ്രായപരിധി ഉണ്ടോ? പ്രായപരിധി ഇപ്പം 18 വയസ്സാണ്. മുകളിലോട്ട് പോയാൽ പ്രായമില്ല. നമുക്ക് എത്ര നാൾ ജോലി ചെയ്യാൻ അത്രയും ഉണ്ട്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് ചെല്ലുന്ന ആൾക്കും 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കും കൂലി ഒന്നാണ്. ശരി. ഇന്നിപ്പോൾ നമുക്ക് 10,000 രൂപ എന്ന ഷെയർ ഉണ്ടെങ്കിൽ ആ 10,000 രൂപ ഇന്ന് പണിക്ക് പോകുന്ന ആൾക്കും കിട്ടും. അവിടെ ഏറ്റക്കുറച്ചിലില്ല, സീനിയോറിറ്റി ഒന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് പോയപ്പോഴത്തേക്ക് എനിക്ക് 750 രൂപ കിട്ടിയത്. അപ്പോൾ എല്ലാവർക്കും 750 രൂപയാണ്. പിന്നെ ഈ വലിയ പ്രസ്ഥാനം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഷെയർ അധികം പറ്റിട്ടിട്ട് ഈ വെയിറ്റ് അടുക്കുന്നവരുണ്ട്. ഈ ലെഡ് വെയിറ്റ് ആണല്ലോ, അപ്പോൾ അതൊക്കെ നിർമ്മിച്ച് കട്ടി ഭാഗമാണ്. അപ്പോൾ അവർക്കൊക്കെ ഒരു ഷെയർ എന്നിട്ട് കൂടുതൽ കൊടുത്തിട്ട് അവരിങ്ങനെ പകുത്തെടുക്കും. പിന്നെ വെള്ളത്തിൽ ഇറങ്ങുന്നവർക്ക് ഭയങ്കര ഷെയറാണ്. അപ്പോൾ അവർക്ക് ഒരു ഷെയർ അധികപ്പറ്റി കൊടുത്തിട്ട് 2 പേർക്കൊക്കെ ആയിട്ട് 1000 രൂപ ഉണ്ടെങ്കിൽ 1000 രൂപ മെയിനായിട്ട് ഭാഗത്ത് വരുമ്പോൾ നമുക്ക് 200 രൂപ കിട്ടും. വെള്ളത്തിൽ ഇറങ്ങുന്നവർക്ക് ഭയങ്കര ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് വെള്ളത്തിലിറങ്ങാൻ കൂടുതൽ താല്പര്യമുള്ളവരുണ്ടോ? കൂടുതൽ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ അതേപ്പറ്റി പൈസ കിട്ടുമ്പോൾ അതിലോട്ട് ഇറങ്ങി ഉണ്ട്. പഴയതുപോലെ കടലിൽ ഇപ്പം മീനില്ല എന്നൊക്കെ പറയാറുണ്ട്, അത് സത്യമാണോ? സത്യമാണ്. ആണോ? പഴയതിനേക്കാൾ മീൻ കുറവാണ്. അത് ശരി. അതിന്റെ കാരണം എന്താ? കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ ബോട്ടുകളും വള്ളങ്ങളും ഇറങ്ങി ഇങ്ങനെ അടിയെ പോകുന്നു, വലുതായിട്ട് കോരുന്നു. മുമ്പൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയ വലയാണ്. ആദ്യ കാലഘട്ടത്തിലൊക്കെ എന്ന് പറയുമ്പോൾ 150 കിലോ 80 കിലോ വലയുള്ളായിരുന്നു. ആ സമയത്ത് ഇപ്പൊ 2000 കിലോ വല വേണം ഒരു വള്ളത്തിന്. പിന്നെ ഒരു വള്ളത്തിലേക്ക് റോപ്പ് തന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയ റോപ്പുകൾ തന്നെ 300 കിലോ വേണം. ഇതിൻ്റെ മെയിൻ റിങ് ഓടിപ്പോകുന്ന റോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ എന്ന് പറയുമ്പോൾ അത് തന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് 500 കിലോ ഒക്കെ വേണം. ഇത് പിടിച്ചു തന്നെ തീരുന്നതാണോ മീൻ, അതോ ഈ കാലാവസ്ഥാ വ്യതിയാനം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ കൊണ്ട് മീൻ ഇല്ലാതാകുന്നതാണോ? മീൻ വളരാത്തത് പരിസ്ഥിതിയുടെയും ചില കാലഘട്ടത്തിലുള്ള മീനുകളുടെ തീറ്റി കുറവുണ്ടല്ലോ. കടൽ വെള്ളം ചൂടാകുന്നതും പെട്ടെന്നുള്ള കാലാവസ്ഥയ്ക്കൊക്കെ മാറുമ്പോഴത്തേക്ക് ആണ്. ചില സമയങ്ങളിൽ വലിയ ഒഴുക്കുകളും കാര്യങ്ങളും വരുമ്പോഴത്തേക്ക് മീൻ മാറിപ്പോവും. ഒരു 3 വർഷം മത്തി കടലിൽ നിന്ന് മാറി നിന്ന സമയം ഉണ്ടായിരുന്നു. മത്തി കാണാനേ ഇല്ലാതെ വന്നത്. അന്ന് ഇതേപോലെ കാലാവസ്ഥയുടെ എന്തോ വ്യത്യാസത്തിൽ മാറിയതാണ്. അന്ന് നമ്മുടെ തമിഴ്നാട് തീരങ്ങളിൽ മത്തി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു 3-4 വർഷം കൊണ്ട് മത്തി നമ്മുടെ ആവശ്യത്തിനുണ്ട്. മത്തി ഉണ്ടെങ്കിൽ ഈ കൂടുതൽ ഇനമുള്ള മീനാണ് മത്തി, എപ്പോഴും കാണുന്നതാണ്. എല്ലാ കാലാവസ്ഥയിലും മത്തി തീരത്തോട് വരും. പക്ഷേ ഈ സമയങ്ങളിൽ ചെറിയ മത്തിയേ ഉള്ളൂ. മറ്റേതെന്ന് പറയുമ്പോൾ വലിയ മത്തി, ഇടമത്തിയൊക്കെ വരുമായിരുന്നു. അപ്പോൾ മത്തി വരുമ്പോഴത്തേക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ മീനെ കിട്ടുകയും ചെയ്യും, എല്ലാ വള്ളങ്ങളും പോവുകയും ചെയ്യും. ഈ ചാകര എന്ന് പറയുന്നത്, ആ ചാകരയിൽ കിട്ടുന്ന മത്സ്യം ഏതാ കൂടുതലും? ചാകര കൂടുതൽ കിട്ടുന്നത് കൊഞ്ച് ആണ്, കൊഞ്ച് മത്തി. അപ്പോൾ ചാകര എന്ന് പറയുമ്പോഴത്തേക്ക് ചെളി അടിഞ്ഞുള്ളൊരു പ്രതിഭാസമാണ്. അപ്പോൾ അതൊരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഇങ്ങനെ ഓളമില്ലാതെ കിടക്കുന്നു. ഇപ്പം കൂടുതലും നമ്മുടെ അമ്പലപ്പുഴ ഭാഗത്തൊക്കെ ഉള്ളു ചാകര. കേരള തീരത്ത് ഏറ്റവും കൂടുതൽ കിട്ടുന്ന മത്സ്യം ഏതാ? കേരള തീരത്ത് കൂടുതൽ കിട്ടുന്നത് മത്തിയാണ്. പിന്നെ അടുത്തത് പിന്നെയുള്ളത് പിന്നെന്ന് പറയുമ്പോൾ അയില, പിന്നെ ചൂട. വെള്ളം തെളിയുന്ന സമയത്ത് കൂടുതലും ചൂടയാണ് കിട്ടുന്നത്. ചൂടാന്ന് പറഞ്ഞാൽ അതായത് നെത്തോലി, വെള്ള നെത്തോലി. പിന്നെ ചെമ്മീൻ ഏത് സീസണിലാണ്? ചെമ്മീൻ ഈ
ബോട്ട് മുടക്ക സമയത്താണ് കിട്ടുന്നത്. ആ സമയത്ത് അന്നേരത്തേക്ക് ബോട്ടുകാർ വലയിട്ട് കൊണ്ടുപോകത്തില്ല. അപ്പൊ ഈ വെള്ളം തണുത്ത് കഴിയുമ്പോൾ ചെറിയ അല്ല പൂവാലനാണ് കൊടുക്കുന്നത്, പൂവാലൻ. പിന്നെ നാരനൊക്കെ എന്ന് പറയുമ്പോൾ അപൂർവമായിട്ടേ വരത്തുള്ളൂ. എന്നാലും പൂവാലൻ എന്ന് പറയുമ്പോഴത്തേക്ക് 10,000 കിലോ 15,000 കിലോ ഒക്കെ കിട്ടും. അതിന് നല്ല വിലയുള്ളതാണോ അത്? ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ 220 വിളിക്കും, പിന്നെ ഒരു 190 150 കുറഞ്ഞു വരും. പിന്നെ കൂടുതൽ കയറുമ്പോഴത്തേക്ക് 50 രൂപയ്ക്ക് ഒക്കെ കൊടുത്ത സമയങ്ങളുണ്ട്. ഈ മത്സ്യബന്ധന തൊഴിലാളിയായി പ്രവർത്തിക്കുന്ന കൂടെ തന്നെ ഇടയ്ക്ക് ലൈഫ് ഗാർഡായിട്ട് ജോലി ചെയ്തിരുന്നല്ലോ കുറച്ചു കാലം. ഞാൻ 2007 ലൈഫ് ഗാർഡായിട്ട് ജോലി ചെയ്തു. അതായത് ഈ ലൈഫ് ഗാർഡ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അറിയുന്നത് ഈ ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ ബീച്ചുകളിലൊക്കെ വരുന്ന ടൂറിസ്റ്റുകളെ നിയന്ത്രിക്കുകയും അവരെ രക്ഷപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ആളെ. ഇത് ഫിഷിങ്ങിന്റെ ലൈഫ് ഗാർഡായിട്ടാണ്. ഫിഷിങ്ങിന്റെ ലൈഫ് ഗാർഡ് അതെന്ന് പറയുമ്പോൾ നമ്മൾ മത്സ്യത്തൊഴിലാളിയുടെ മക്കളെയാണ് എടുത്തത്. അപ്പോൾ കടലിൽ നീന്താനും ഈ കടലിൽ വലിയ ഉയരത്തിൽ വരുന്ന സമയങ്ങളിലൊക്കെ ഇറങ്ങി ശീലമുള്ളവരെ പോലുള്ളവരെയാണ് വിളിക്കുന്നത്. അതെങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? അതിനെന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ? ഉണ്ട് സാറേ, അത് ഈ മത്സ്യത്തൊഴിലാളിയുടെ മക്കളെ തന്നെ ഉണ്ട്. പിന്നെ മത്സ്യബന്ധനത്തിന് പോകുന്നതായിട്ടുള്ള നമുക്കൊരു രേഖയുണ്ട് മത്സ്യബന്ധന, ആ ബുക്കുണ്ട്, ക്ഷേമനിധി ബുക്കുണ്ട്. ആ ബുക്കിന്റെ അടിസ്ഥാനത്തിലാണ് എടുത്തിരിക്കുന്നത്. അതായത് കുറച്ചു കാലമെങ്കിലും കടലിൽ തൊഴിലാളിയായിട്ട് ജോലി ചെയ്തിട്ടുണ്ടാവണം. ആ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ റഫ് സീ ഒക്കെ പരിചയിച്ചിട്ടുണ്ടാവും. റഫ് സീയിൽ നല്ല പരിചയം വേണം. ഇങ്ങനെ ലൈഫ് ഗാർഡായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കടലിൽ പോകേണ്ട കാര്യമില്ലേ? അല്ല, മത്സ്യബന്ധനത്തിന് പോകേണ്ട ആവശ്യം വരില്ലേ? ഇല്ല, വരത്തില്ല. നമുക്ക് 45 ദിവസത്താണ് ആദ്യമായിട്ട് ഡ്യൂട്ടി തരുന്നത്. ഇപ്പോഴെന്ന് പറയുമ്പോൾ സ്ഥിരമുണ്ട്. 45 ദിവസം നമ്മൾ ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും അപകടം വന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടുത്തുകയാണ്. അപ്പോൾ വേറെ ബോട്ടിൽ പോവുമോ? ബോട്ട് സർക്കാർ ഒരു ബോട്ട് ഈ മത്സ്യത്തൊഴിലാളിയുടെ ഈ ബോട്ട് തന്നെ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. അങ്ങനെ അതായത് ഈ മത്സ്യബന്ധന ബോട്ട് ഒരെണ്ണം സർക്കാർ ഈ സീസണിൽ വാടകയ്ക്ക് എടുക്കും. 45 ദിവസത്തേക്ക് വാടകയ്ക്ക് എടുക്കും. എന്നിട്ട് അതിൽ രക്ഷപ്പെടുത്താൻ പോകേണ്ടത് നമ്മളാണ്. നമ്മുടെ കൂടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ കാണും, ബോട്ട് ഓടിക്കുന്ന സ്രാങ്ക് കാണും, ബോട്ടിൻ്റെ എന്തെങ്കിലും എഞ്ചിൻ റിപ്പയറൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഡ്രൈവർ കാണും, പിന്നെ 2 ലൈഫ് ഗാർഡ് കാണും. ഈ ട്രോളിംഗ് നിരോധിച്ച സമയത്ത് അല്ലെങ്കിൽ കടൽ റഫായ സമയത്ത് കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ രക്ഷപ്പെടുത്തലാണ് നിങ്ങളുടെ ജോലി അല്ലേ? ലൈഫ് ഗാർഡിന്റെ ജോലി രക്ഷപ്പെടുത്തുക എന്നാണ് ലൈഫ് ഗാർഡിന്റെ ജോലി. കടലിലോട്ട് ബോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഉത്തരവാദിത്തം മൊത്തം ലൈഫ് ഗാർഡിന്റെ കയ്യിലാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടി വന്നിട്ടുണ്ടോ? പോയിട്ടുണ്ട്. ഞാൻ നീണ്ടാര ജോലി ചെയ്ത സമയത്ത് ഇതേപോലെ ഒരു ബോട്ട് മറിഞ്ഞു, ചെറിയ വള്ളം, 2 ആൾ പോകുന്ന വള്ളം മറിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പെട്ടെന്ന് ഓഫീസിൽ നിന്ന് വന്ന് SI ആയിട്ട് പോയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ 3, 4, 5 പേരും കൂടെ പോയ സമയത്ത് ബോട്ട് മറിഞ്ഞ് കിടക്കുക. അപ്പോൾ നീണ്ടാര ഹാർബർ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഡേഞ്ചറുള്ള ഹാർബറാണ്. അപ്പോൾ നമ്മൾ അഴീക്കൽ പൊഴി കിടന്ന പോലല്ല. അവിടെ ചെന്നുമ്പോഴത്തേക്ക് നമ്മളിവിടെ കാണുന്ന എൻ്റെ 10 ഇരട്ടി തിരമാല ഉയരുന്ന സമയമാണ്. പിന്നെ വെള്ളത്തിൽ വീണ് കിടക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ തിര ഇങ്ങനെ ഒടിഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഈ ബോട്ടിൽ ചെന്നിട്ട് ഇവർ രക്ഷപ്പെടുത്താൻ പോകുന്ന പറയുമ്പോൾ റോപ്പിനകത്ത് ലൈഫ് ബോയ് എന്ന് പറയുന്ന റിങ് ഉണ്ട്. റിങ് എന്നാ പറയുക. ആ റിങ് കെട്ടിയിട്ടാണ് ഇറങ്ങുന്നത്. റിങ്ങുമായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു തിര വരുമ്പോഴത്തേക്ക് റിങ്ങുമായിട്ട് നമ്മൾ ചിലപ്പം വേറെ സ്ഥലത്താണ് പോകുന്നത്. അങ്ങനെ നമ്മൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറൊക്കെ ശ്രമിച്ചിട്ടാണ് ഇവരൊക്കെ ചെല്ലുന്നത്. ഇവരെങ്ങനെയായിരിക്കും പൊങ്ങി കിടക്കുന്നുണ്ട്? ഇവർ ചിലപ്പോൾ ഈ മറിഞ്ഞ വള്ളത്തിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കന്നാസ് കാണും. ഈ കന്നാസുമായിട്ട് ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു 10 മീറ്റർ അകലെ കാണത്തുള്ളൂ. നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് പിന്നെ തിര വരുമ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പോൾ 5 മീറ്ററും മറ്റേ ആൾ 25 മീറ്റർ അകലെ ആയിരിക്കും. അങ്ങനെ ഒരു 3/4 മണിക്കൂറോളം നമ്മൾ നല്ല ശ്രമം നടത്തി ആണ് ആടിനെ പറ്റ ചെല്ലുമ്പോഴത്തേക്ക് ഇവര് അവശതയായിട്ടായിരിക്കും. ഈ റിങ്ങിനകത്തെന്ന് പറയുമ്പോഴത്തേക്ക് 2 ആൾക്ക് നീന്തി ഇങ്ങനെ പിടിച്ച് നീന്തി വരാനുള്ള ഇതേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ കടൽ ഉയരുന്ന സമയത്ത് നമുക്ക് പോയി ലൈഫ് ജാക്കറ്റും ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അന്ന് ലൈഫ് ജാക്കറ്റ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആരും കൊണ്ടുപോകുന്നൊരു സമയമല്ല. ഇപ്പം എല്ലാവരും ലൈഫ് ജാക്കറ്റോട്ടാണ് പോകുന്നത്. അങ്ങനെ അവരെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ഞങ്ങൾക്ക് വള്ളം കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ കാല് വീണ് കിടക്കുക. ഇവരുടെ വള്ളം കൂടെ കൊണ്ടുവരണം എന്നുവെച്ചാൽ ഇപ്പം ഞാനായാലും ഈ വള്ളം കൂടെ കൊണ്ടുവരണം എന്നുള്ള ഒരു ഇത്. അതുകൊണ്ട് അവര് കാല വീണ് കിടക്കുവാണ്. അപ്പം പുള്ളി അത് നമുക്കെന്ന് പറയുമ്പോൾ കൂടുതൽ നേരം അവിടെ കിടക്കാൻ പറ്റത്തില്ല. ഈ മെസ്സേജ് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് കടൽ വീണ്ടും കൂടി കഴിഞ്ഞാൽ ഇതിപ്പോൾ രക്ഷപ്പെടുത്താൻ പോയ ആൾ അപകടപ്പെടും, ഈ ഇവര് അവര് അപകടപ്പെടും. അങ്ങനെ SIയുടെ കാലെ പിടിച്ച് പുള്ളി കിടന്ന് കരയുക. SI പെട്ടെന്ന് ചോദിച്ചു എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു സാറേ നമുക്ക് ഇത് ബോട്ട് എടുക്കാമെന്ന് പറഞ്ഞു. ബോട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ വള്ളം മറിഞ്ഞെടുക്കുന്ന വള്ളം എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വള്ളവും ഇവരെയും കൂടെ വള്ളവും നമ്മൾ വലിയ റോപ്പ്. അപ്പോൾ ഈ ബോട്ടിൽ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ റോപ്പൊക്കെ കെട്ടിവെക്കും, വള്ളങ്ങൾ കെട്ടി വലിച്ചുകൊണ്ടൊക്കെ വരണമെങ്കിൽ. ഈ മറിഞ്ഞ വള്ളം നൂർക്കാൻ ഇവർക്ക് പറ്റാത്തത് കൊണ്ടാണോ? എന്താ? അല്ല, മറിഞ്ഞു കിടക്കുന്നത് നമുക്ക് നൂർക്കാൻ പറ്റത്തില്ല, പക്ഷേ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓടിച്ചോണ്ട് വരാനൊന്നും പറ്റത്തില്ല ഈ ബോട്ടിൽ. പിന്നെ നമ്മൾ SI പറഞ്ഞതനുസരിച്ച് നമ്മൾ
ബോട്ട് ചാടി ആ ബോട്ടും കൂടെ കെട്ടിക്കൊണ്ട് വന്നു. കെട്ടിക്കൊണ്ട് കരയ്ക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഭയങ്കര സ്വീകരണമാണ്. അപ്പോൾ നമ്മളെ പിന്നീട് ഒരു എന്താപകടം വന്നാലും നമ്മളെ വിളിക്കാനായിട്ട് തുടങ്ങി നാട്ടുകാരൊക്കെ. അങ്ങനെ നമുക്ക് ഇപ്പം ഭയങ്കര നാട്ടിൽ എന്ത് അപകടം ഉണ്ടെങ്കിലും നമ്മളെ വിളിക്കുക, ജോൺ വന്നു കഴിഞ്ഞാൽ ചെയ്യുമെന്നുള്ള ഒരു ഭയങ്കര ഹീറോ ആയി മാറി. ഈ ലൈഫ് ഗാർഡ് ആയിരുന്ന സമയത്ത് അപകടങ്ങളിൽ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് മരണങ്ങളുണ്ട്. വെച്ചാൽ നമ്മൾ ഈ വെള്ളത്തിലെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് മിക്കവാറും എല്ലാം ബോഡിയായിട്ട് ബോഡിയൊക്കെ എടുത്തിട്ടുണ്ട്, ഒരുപാട് എടുത്തിട്ടുണ്ട്. പിന്നെ തീരത്ത് വരുമ്പോൾ ബോഡി ചിലപ്പോൾ ഈ പൊങ്ങിക്കിടക്കുന്ന സമയത്തൊക്കെ നമുക്ക് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് പ്രത്യേക പരിശീലനമുണ്ട്. ആ പരിശീലനം അനുസരിച്ച് നമ്മൾ ബോഡി പിടിച്ചില്ലേ കിട്ടത്തില്ല. നമ്മൾ കയറി ഈ കെട്ടിപ്പിടിച്ച് അല്ല അടങ്കം പിടിച്ച് ദേഹത്ത് പിടിച്ചേ വിട്ടില്ല. നമ്മൾ ബോഡി കണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നീന്തി ചെല്ലുമ്പോഴത്തേക്ക് ഈ തിര അടിച്ച് ബോഡി വേറെ സ്ഥലമായിരിക്കും. അപ്പോൾ ബോഡി നമ്മളെപ്പോഴും കയ്യിൽ പിടിച്ചാലേ ബോഡി നമുക്ക് കിട്ടത്തുള്ളൂ. കയ്യിലാകുമ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് ലോക്കാകും. അങ്ങനെ നമുക്ക് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും അപകടകരമായ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുകയോ അല്ലെങ്കിൽ ഏറ്റവും പ്രശ്നം ഉണ്ടാവുകയോ ചെയ്ത ഒരു അപകടം ഏതാ ഓർമ്മയിലുള്ള? പ്രശ്നം എന്താ പറഞ്ഞാൽ അഴീക്കൽ ഹാർബറിൽ ഒരു മുത്തപ്പൻ എന്ന് പറഞ്ഞൊരു വള്ളം കടലിൽ നിന്ന് കരയ്ക്കോട്ട് തീരത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് കടൽ പെട്ടെന്ന് തിരമാല ഉയരുകയും വള്ളം ഓടി വീണ് വള്ളത്തിലെ വലയങ്ങ് ഇറങ്ങിയങ്ങ് പോയി. ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വള്ളം ഇങ്ങനെ ഒഴുകി എഞ്ചിൻ ആളുണ്ട്, 10-32 ആളുണ്ടായിരുന്നു. അങ്ങനെ ഈ വല ഒഴുകിപ്പോ നമ്മളെ വലയുടെ പുറത്തും ആളിരിക്കും, നേരം ഇങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പോൾ 22 ആളും വെള്ളത്തിൽ തെറിച്ച് പോയി. പിന്നെ 10-12 ആളുള്ളൂ. അവരെ എല്ലാവരും എടുത്തുകൊണ്ട് വന്ന് ഈ ബോട്ടിലെടുത്തുകൊണ്ട് വന്നത്. അതുപോലെ തന്നെ ഈ 2018 പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങളുടെ ആ ഭാഗത്തു നിന്ന് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു? പങ്കെടുത്തിരുന്നു. ഞാനും ഉണ്ടായിരുന്നു. ഞാനന്ന് DD-യുടെ നമ്പറുണ്ട്, കൊല്ലം DD-യുടെ. അപ്പോൾ ഞാനിങ്ങനെ വിളിച്ച് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, സാറേ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും നിങ്ങൾ ഡിപ്പാർട്ട്മെൻ്റ് ഒന്നും ചെയ്യുന്നില്ലെന്ന് ചോദിച്ചു. അപ്പോൾ സാറ് ചോദിച്ച്, അപ്പോൾ ഞാൻ പറഞ്ഞങ്ങനെ കൊല്ലം ജില്ലയിൽ തന്നെ 10-40 ലൈഫ് ഗാർഡ് ഉണ്ട്. അപ്പോൾ അവരെ വിട്ട് കഴിഞ്ഞാൽ അവരാരെങ്കിലുമൊക്കെ എടുക്കുമല്ലോ. സാറ് ചോദിച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സാറേ നമുക്ക് വള്ളങ്ങൾ റോഡ് മാർഗം പോയി ആളെ രക്ഷപ്പെടുത്താൻ പറ്റും. അപ്പം പുള്ളി ചോദിച്ചു ഏത് വള്ളമാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സാർ കൊല്ലത്തെ തട്ടുംപുറം വെള്ളം എന്നാണ് പറയുന്നത്, ഈ ഫുൾ ടെക്ക് എന്ന് പറയും, കള്ളി ഈ തട്ടുള്ളത് പകുതിക്ക് തട്ടും ഉള്ളതാണ്. അപ്പം അതിനകത്ത് വെള്ളം കയറത്തില്ല. ഇതിന്റെ കള്ളി അടിച്ചിട്ട് കഴിഞ്ഞാൽ വെള്ളം കയറത്തില്ല. ആ വള്ളങ്ങൾ റോഡ് മാർഗം ഓടിച്ചോണ്ട് പോകല്ല, ലോറി കൊണ്ട് റോഡ് മാർഗം ഓടിച്ചോണ്ട്. അപ്പം പുള്ളി പറഞ്ഞാൽ ശരിയെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കൊല്ലം ജില്ല കളക്ടർ നേതൃത്വത്തിൽ വാടിയിൽ നിന്ന് 10 വള്ളങ്ങൾ പോന്നു. ഉടനെ പിന്നീട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജോണെ അവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ അവിടെ ഉള്ള കരയകത്തിൽ നിന്നൊക്കെ വള്ളം പോകാൻ തുടങ്ങി, അഴീക്കെന്ന് പോകാൻ തുടങ്ങി. അങ്ങനെ ഞാനും എൻ്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് എൻ്റെ വള്ളമായിട്ട് പോയി. ഞങ്ങൾ വന്നത് ചെങ്ങന്നൂർ കല്ലിശ്ശേരി പാണ്ടനാട് സ്ഥലത്താണ്. അവിടെ വന്നപ്പോഴത്തേക്ക് റോഡ് വെള്ളമായി. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ 2 ദിവസം കൊണ്ട് ഒരു 10-250 വരെ രക്ഷപ്പെടുത്തി. അപ്പോൾ അതിലെന്ന് പറയുമ്പോൾ നമുക്ക് മറക്കാൻ പറ്റുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒരു കൈക്കുഞ്ഞ്, എനിക്ക് വന്ന് ഒരു മാസം പ്രായമൊക്കെ ഉള്ളു. അമ്മയും 2-3 സഹോദരങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഒരു കാരണവശാലും നമ്മൾ ഇറങ്ങി നീന്തി ചെന്നിട്ട് നമുക്ക് നിലയില്ല. അപ്പം ഇവരെ പിടിച്ചുകൊണ്ട് വരാനൊന്നും പറ്റത്തില്ല. വള്ളമൊട്ട് ഈ മരത്തിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരിക്കലും പോകത്തതുമില്ല. അപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് ആവശ്യത്തിന് പെട്രോള് എന്നുവെച്ചാൽ നമ്മൾ പെട്രോള് മണ്ണെണ്ണയും കൂടെ ഉള്ള എഞ്ചിനാണ്. പക്ഷേ സ്ലോവിൽ പെട്രോൾ കത്തത്തുള്ളൂ, മണ്ണെണ്ണ കുറവായിരിക്കും. 2 എഞ്ചിൻ കൂടെ വന്നിട്ടുണ്ട്. ഒരു എഞ്ചിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അങ്ങ് റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് 2 എഞ്ചിൻ ആണ് കൊണ്ടുവന്നത്. ലാസ്റ്റ് 2 എഞ്ചിനും ഈ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ മരത്തിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മൾ സ്പീഡ് വെച്ച് കയറ്റിയിട്ട് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഏകദേശം കുറഞ്ഞ 1 മാസം പ്രായമുള്ളൂ. അത് ആ അനുഭവം എന്ന് പറയുമ്പോൾ കുഞ്ഞും തള്ളയും കൂടെ ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ പിന്നെ കിലോമീറ്ററുകൾ ഓടിച്ചിട്ടാണ് ഈ കര കിട്ടുന്നത്. 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ വള്ളം റോഡ് മാർഗം ഓടിക്കാനേ പറ്റത്തുള്ളൂ. അതിനെ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുക, നിങ്ങളെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുന്ന ചില പരിപാടികളൊക്കെ നടന്നല്ലോ. പൈസ വല്ലതും കിട്ടിയോ? പൈസ ആയിട്ടില്ല. നമുക്ക് അഭിനന്ദനങ്ങളും പിന്നെ എഞ്ചിനൊക്കെ മെയിൻ്റനൻസ് ചെയ്ത് തന്നു. അത് അങ്ങനെയൊക്കെ തന്നുള്ളൂ. പക്ഷെ അതോടെ മത്സ്യത്തൊഴിലാളികൾക്ക് വേറൊരു ഹീറോ ആയെന്ന് പറയുമ്പോഴത്തേക്ക് പോയവർക്കെ ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയത്തുള്ളൂ. നമ്മളവിടെ ചെന്ന് എന്തെല്ലാം ചെയ്ത് എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടായി. ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോഴത്തേക്ക് ഈ നമ്മുടെ കൂടെ രക്ഷപ്പെടുന്ന പോകുന്ന പറയുമ്പോഴത്തേക്ക് നമ്മളോട് ജോലിക്ക് വരുന്ന മാത്രമല്ല, കൂട്ടുകാരും പിള്ളേരും ഒക്കെ ആണ്. അപ്പോൾ അവർ എല്ലാവരും കിടന്നാണ് പാടുപെടുന്നത്. ആരോ വിളിച്ച് പറഞ്ഞ് മത്സ്യത്തൊഴിലാളിക്കൊന്നും വേണ്ടാന്ന്, അതിങ്ങനെ ഏറ്റുപിടിച്ചിട്ട് പോയി. ഈ മത്സ്യത്തൊഴിലാളിയായിട്ട് ഇപ്പോഴും ജീവിക്കുകയാണ് അല്ലേ? കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള വരുമാനം മത്സ്യത്തൊഴിലിൽ നിന്ന് തന്നെ, ഈ മത്സ്യബന്ധന തൊഴിലിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ട്. സംതൃപ്തനാണോ ഈ ജീവിതത്തിൽ? ആണെന്ന്, ഒരു കുഴപ്പമില്ല.
പൊതുവേ ആളുകളുടെ ഒരു ധാരണ മത്സ്യത്തൊഴിലാളിയുടെ ജീവിതം ദുരിതമയമാണ്, അനിശ്ചിതത്വം നിറഞ്ഞതാണ്, കാര്യമായിട്ടൊന്നും സമ്പാദിക്കാൻ കഴിയാത്തതാണെന്നൊക്കെ പൊതുവെ പറയാറുണ്ട്. അത് സത്യമാണോ? ശരിക്കും പറഞ്ഞാൽ ഡിസിപ്ലിൻഡായി അച്ചടക്കത്തോടെ ജീവിക്കുന്ന, കഠിനമായി അധ്വാനിക്കുന്ന, മാന്യമായി ജീവിക്കുന്ന ഒരാൾക്ക് ജീവിച്ചു പോകാനുള്ളത് മത്സ്യത്തൊഴിലിൽ നിന്ന് കിട്ടുമോ? കിട്ടും സാറേ, അത് കിട്ടും. മത്സ്യത്തൊഴിലാളി എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതലെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ജോലി കഴിഞ്ഞ് വന്നിട്ട് കഴിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആകുമ്പോഴത്തേക്ക് ഇച്ചിരി കട്ടിയായ ജോലിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില വീഴ്ചകളിൽ ചില കുടുംബങ്ങളൊക്കെ സംഭവിക്കുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് അച്ചടക്കത്തോടെ ജീവിക്കുന്നവർക്ക് കുഴപ്പമില്ലാതെ ജീവിക്കാൻ പറ്റും. പല സീസണിലും നല്ല വരുമാനം ഉണ്ടാകുന്നില്ലേ? ലക്ഷക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാകുന്ന സീസണുകളില്ലേ? ഉണ്ട്. അതെ, ഉണ്ട്. അതിനെ സമ്പാദിച്ചു വെക്കുന്ന ഒരു ശീലമില്ലാത്തതാണോ കുഴപ്പം? സമ്പാദശീലങ്ങൾ വളരെ കുറവാണ്. ഉള്ളപ്പോൾ ഓണം പോലെ അങ്ങനെ അടിച്ചു പൊളിച്ച് കഴിയും. ഇല്ലാത്തപ്പോഴത്തേക്ക് സ്വർണ്ണ വായ്പയൊക്കെ മേടിച്ചിട്ട് പിന്നെ കിട്ടുമ്പോഴത്തേക്ക് കൊടുക്കുകയാണ്. പുതിയ തലമുറയെ അതിൽ നിന്നൊക്കെ മാറുന്നില്ലേ? തീർച്ചയായിട്ടും മാറുന്നുണ്ട്. ഉണ്ട്. പുതിയ തലമുറ കുറവാണ്. പിന്നെ വിദ്യാഭ്യാസം ഉള്ളവരും ഈ സമയങ്ങളിൽ ഈ ജോലിക്ക് വരികയും ചെയ്യുന്നുണ്ട്. അതായത് മറ്റു തൊഴിലുള്ളവരും നല്ല സീസൺ ആകുമ്പോൾ സീസൺ ആകുമ്പോഴത്തേക്ക് വരുന്നുണ്ട്. പിന്നെ ഈ തൊഴിലിന് അവിടെ ആത്മാർത്ഥമുള്ള കുടുംബത്തിൽ നിന്നുള്ളവർ ഇപ്പോൾ ശനി ഞായർ ലീവ് ഉണ്ടെങ്കിൽ പണിക്ക് വന്നിട്ടുണ്ട്. ഈ സുനാമി ഉണ്ടായ സമയത്ത് ജോണ് അന്ന് എവിടെയായിരുന്നു? നിങ്ങളുടെ ആ പ്രദേശത്താണല്ലോ സുനാമി ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കിയത്. സുനാമി ഉണ്ടായ സമയത്ത് തലേദിവസം ക്രിസ്മസാണ്. ക്രിസ്മസ് തല 26-ാം തീയതിയാണ്. അപ്പോൾ ക്രിസ്മസിന് ഞാനന്ന് കല്യാണമൊന്നും കഴിക്കാത്തതുകൊണ്ട് ബന്ധുവീടുകളിൽ പോകുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞാനങ്ങനെ മാവേലിക്കര ഓല കെട്ടില്ലായിരുന്നു. അപ്പോൾ ഓല കെട്ടില ഒരു 8 മണിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ പള്ളി, അപ്പോൾ ഞങ്ങളുടെ ലാറ്റിൻ പള്ളി എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ കൊണ്ട് തീരും. ഈ കത്തോലിക്കർ മറ്റേ സഭ എന്ന് പറയുമ്പോൾ ഇച്ചിരി നീണ്ടുപോകും. അപ്പോൾ പള്ളിയിൽ ചെന്ന് അകപ്പെട്ടു പോയി. അപ്പോൾ പള്ളിയിൽ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കുർബാനയുടെ മധ്യ സമയമായപ്പോൾ തന്നെ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് ഭയങ്കര ഒരു തോന്നൽ. ബസ്സൊക്കെ കയറി കടുത്ത് ഇറങ്ങി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കടലിൻ്റെ സീവാളുണ്ട്, ഭിത്തി. ആ ഭിത്തി വെച്ച വെള്ളം വന്നിട്ട് ഇങ്ങനെ പൂട്ടി നിൽക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പറ്റിപ്പോവുക. അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞ് വീടിനകത്ത് നിൽക്കരുത്. അപ്പം ഞാൻ 7-ാം ക്ലാസ്സിൽ സുനാമിയുടെ ഒരു പാരഗ്രാഫ് പഠിച്ചിട്ടുണ്ട്. കടലിനടിയിൽ ഭൂചലനം ഉണ്ടായ വെള്ളം തിരമാല ഉയരുകയും കരയ്ക്കോട്ട് കയറുന്നു പറഞ്ഞു. അങ്ങനെ അന്നെന്ന് പറയുമ്പോഴത്തേക്ക് മാതാമൃതാനന്ദ തന്ന 2 മുറി വീടുകളൊക്കെയാണ് കൂടുതൽ. അപ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ആ കാലഘട്ടത്തിലായതുകൊണ്ട് അതിനകത്തൊക്കെ വാർപ്പ് വീടുകളുണ്ട്, ചെറിയ ഓടിട്ട വീടുകളൊക്കെ ഉണ്ട്, വാർപ്പ് വീടുകൾ കുറവാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് വീടിന് വെളിയിലൊക്കെ നിന്ന് ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ചെറുപ്പക്കാർ അഴിമുഖത്ത് വെള്ളം കയറുന്ന കാണാൻ വേണ്ടി ഹാർബറിൻ്റെ സൈഡിലോട്ട് വന്നു. അപ്പം വന്നപ്പോഴത്തേക്ക് 3ാമത്തെ വെള്ളം വരുന്നു. ശക്തമായി അടിച്ചപ്പോൾ ഒരു ഇടത്തെങ്ങിൻ്റെ പൊക്കത്തിൽ ഒരു 7 മീറ്റർ പൊക്കത്തിലാണ് വെള്ളം വരുന്നു. വെള്ളം വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ആ സൈഡിലോടി ഹാർബറിൻ്റെ ഈ ഹാളിക്കിറങ്ങി ടെറസിൽ കയറാൻ നോക്കിയിട്ട് പറ്റിയില്ല. അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരൻ വള്ളമായിട്ട് വന്നാൽ വള്ളത്തിലായിപ്പോയി ഞാൻ. അങ്ങനെ എല്ലായിടത്തും വെള്ളം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ വള്ളം മുന്നോട്ട് ഓടിക്കാൻ പറ്റത്തില്ല. ഫ്രിഡ്ജും ടിവിയും കലവും തടിയും എല്ലാം കൊണ്ട് ഒഴുകി വരിക. അതായത് നിങ്ങളുടെ വീട് ഇരുന്നിടത്തേക്കൊക്കെ വെള്ളം കയറിയോ? വെള്ളം കയറി, വീട് കയറി. വീട് പോയോ? വീടിൻ്റെ ഒരു റൂം പോയി. പിന്നെ ഈ ഇത്രയും ശക്തമായി വെള്ളം അടിച്ചതുകൊണ്ട് വീടിനെല്ലാം ബലക്ഷതമായി. നിങ്ങളുടെ പ്രദേശത്ത് എത്ര പേര് മരിച്ചുപോയി? ഞങ്ങളുടെ 178ഓളം ആള്. നിങ്ങളുടെ അയൽവക്കത്തൊക്കെ ഉള്ളവരൊക്കെ? എൻ്റെ അയലത്ത് 2 പെൺകുട്ടികൾ മരിച്ചു. എൻ്റെ അയലത്ത്. ശരി. അവരെങ്ങനെ ഈ വീട്ടിനകത്ത് പെട്ടുപോയതാണോ? അവര് വീട്ടിനകത്ത് പെട്ടില്ല. അവര് ഈ വെള്ളം വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നടന്നു മാറിയത്. അപ്പോൾ ഒഴുകിയങ്ങ് പോയി. ഒഴുകിയപ്പോഴത്തേക്ക് ഇത് സ്പീഡ് കൊണ്ട് ഒഴുകിയ ഒരു പ്രതലത്തിൽ കൂടെ പോയത്. വെള്ളത്തിന്റെ പ്രതലത്തിൽ കൂടെ തന്നെ പോയിരിക്കുകയാണ്. താഴെ ഒഴുകി കുത്തൊഴുക്ക് പോലെ അടിയിലൊന്നും പോയില്ല. അങ്ങനെ അവർ അടുത്തൊരു കായലുണ്ടായിരുന്നു, ചെറിയ തോടുണ്ട്. ആ തോടിൻ്റെ അപ്പുറത്ത് മാറി അടിഞ്ഞു കിടന്ന് ആരും കണ്ടില്ല. അപ്പോൾ ഈ ചെളിയും എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ കിടന്നാൽ പോലും തിരിച്ചറിയത്തില്ല. അങ്ങനെ 2-ാം ദിവസം അവരെ കിട്ടി. എന്നെ കൊണ്ടുവന്നാണ് ആ കുട്ടികളെ തിരിച്ചറിഞ്ഞത്. 170 ആൾ അഴിക്ക് മൊത്തത്തിൽ വന്നു. അപ്പോൾ ജോണുമായിട്ടുള്ള ഈ ഒരു സംഭാഷണത്തിലൂടെ മത്സ്യത്തൊഴിലാളിയുടെ ജീവിതം, മത്സ്യബന്ധനത്തിൻ്റെ രീതികൾ, ഇങ്ങനെയൊക്കെയുള്ള കുറേ വിവരങ്ങൾ കിട്ടി. മത്സ്യബന്ധനത്തിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്ന ജോണിന് ആ മേഖലയിൽ വിജയകരമായ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. നമസ്കാരം.